അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി പായസ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. 10 മിനിറ്റ് കൊണ്ട് പായസം റെഡിയാകും. ഹെൽത്തിയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അരക്കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്, 500 ml പാല്, 1/2 ലിറ്റർ, 3 ആണി വെല്ലം, ശർക്കര, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്കായ്. നമുക്ക് ആദ്യം വെല്ലം കുറുക്കിയെടുക്കാം. നന്നായി കൊടുത്തിട്ടുണ്ട്. പാത്രം വെച്ചുകൊടുത്ത് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇട്ട് കൊടുക്കുന്നത് വെള്ളം അരിച്ചെടുക്കാം. അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. കുറച്ച് വെള്ളം അധികമായിപ്പോൾ കുഴപ്പമൊന്നുമില്ല. വെള്ളം പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. വെള്ളമൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫാക്കാം. ഇതൊന്ന് മാറ്റി വെക്കാം. തണിഞ്ഞതിന് ശേഷം അരിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് പായസത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ ഗീ പറയാൻ മറന്നുപോയിന്. 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ് വെച്ചെടുക്കാം. പരിപ്പ് ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്. മുന്തിരി ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സ്ലോ ചെയ്ത് കൊടുക്കാം. ഇതേ പാത്രത്തിൽ തന്നെ പായസം റെഡിയാക്കാം. കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തീയിൽ ബ്രൗൺ ആക്കിയിട്ടെടുക്കാം. എന്നാ വറക്കണ്ട, ഒരു ചെറിയ മാതിരി വറുത്ത് കൊടുത്താൽ മതി. ചെറിയ തീയിലായിരിക്കണം ഇത് ഓട്സ് ഇങ്ങനെ വറുത്തെടുക്കേണ്ടത്. ഓട്സിൻ്റെ നല്ല ടേസ്റ്റുള്ള പായസമാണ്, ഹെൽത്തിയുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഒരു 10 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കി എടുക്കാൻ. ഇതുപോലെ ആയാൽ മതി. നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇളക്കി കൊടുക്കാം. തീ ഒന്ന് ഫുള്ളിൽ വെക്കുന്നുണ്ട്. കുറച്ച് വെന്ത് വരുന്നുണ്ട്. മുകളിലേക്ക് വെള്ളം അരിച്ചെടുക്കാം. ഓട്സൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 3 വെള്ളമാണ് ഉരുക്കിയിട്ടുള്ളത്. കുറച്ചുകൂടെ ബാക്കിയൊക്കെ മധുരം നോക്കിയിട്ട് ഒഴിക്കാം. എനിക്ക് മധുരം കുറവേ ഉണ്ടെങ്കിൽ 2 വെള്ളം എടുത്താൽ മതി. നമ്മളെ ചെറുപയറിന്റെ പായസം ഇല്ലേ, അതേപോലെ തന്നെയാണ് ഏകദേശം ഉണ്ടാകുക. ചില വെള്ളത്തിന് ഉപ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഉപ്പ് പറഞ്ഞിട്ടില്ല. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഒരു പിഞ്ചുപ്പ്. നമുക്ക് നല്ല ലൂസിലാ വേണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ, 1 ഗ്ലാസും കൂടി പാല് ചേർത്താൽ മതി. ശർക്കര മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരിക്കൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും പായസത്തിന് നല്ല മധുരം വേണം. നിങ്ങൾ വേണമെങ്കിൽ 2 ആണി വെള്ളം എടുത്താൽ മതി. പിന്നെ വെള്ളം ചെറുതും വലുതെല്ലാം ഉണ്ടാവും. ഇവിടുത്തെ ഒരു മീഡിയം സൈസ് വെള്ളം, വലിയൊരു കട്ട പോലത്തെ വെള്ളമെല്ലാം ഉണ്ടാവും. അതിൻ്റെ വെള്ളത്തിൽ നോക്കി നിങ്ങൾ ഉപ്പ് കൊടുത്താൽ മതി.
ഏകദേശം നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളി ഓട്സ് പായസം റെഡിയായി. കുറച്ച് അണ്ടിമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല നല്ല അടിപൊളി പായസം റെഡിയായി. പ്ലേറ്റിലേക്ക് മാറ്റാം. കാണുമ്പോൾ തന്നെ നല്ല പ്രഥമൻ പോലെ തന്നെ ഇല്ലേ ഓട്സ് പായസം. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കാണണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്തായാലും അറിയിക്കണം. താങ്ക് യു.